ഹായ് ആൾ, വെൽക്കം ടു എജുബി. നമ്മൾ ഇന്ന് അപ്കമിങ് ബാങ്ക് എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു സെഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു ഡിഗ്രിയോ വേറൊരു ഗ്രാജുവേഷൻ കോഴ്സോ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. അയാൾക്ക് ഒരു ബാങ്കിങ് മേഖലയിലോട്ട് പോകാനായിട്ട് താല്പര്യം കാണും. പക്ഷെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം, ഇത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ പറ്റും, ഇതെങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ കാണും. എല്ലാം നമ്മളിവിടെ ക്ലിയർ ചെയ്യും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ എക്സാം ആണ് വരുന്നത്, അതിനെങ്ങനെയെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഡേറ്റ് എന്നാണ്, അതെല്ലാം ഈ ഒരു സെഷനിൽ നോക്കിപ്പോവാം. അടുത്തൊരു സെഷനിൽ നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കിപ്പോവാം. അങ്ങനെ എല്ലാ സംശയം തീർത്തു പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, എത്ര വയസ്സ് മുതലുള്ളവർക്ക് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നോർമലി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ക്ലർക്കിന് പറയുന്നത്. ഓക്കെ, 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് PO-യ്ക്കും പറയുന്നത്. PO എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊബേഷണറി ഓഫീസറിനെയാണ് PO എന്ന് പറയുന്നത്. ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റന്റ്. അപ്പോൾ ഇതിൽ തന്നെ OBC-ക്ക് 3 വർഷവും SC/ST-ക്ക് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ഏജ്. 20 to 28 ക്ലർക്കും 20 to 30 PO-യും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത് IBPS-ന്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ അവരെന്ത് ചെയ്യും, ഒരു വർഷം അവർ 2025 നടത്താൻ പോകുന്ന റിക്രൂട്ട്മെന്റ് ഏതൊക്കെ ഡേറ്റിൽ പ്രിലിംസും മെയിൻസും നടത്തും എന്നുള്ള ഒരു കലണ്ടർ റിലീസ് ചെയ്യും. അതായത് എക്സാംസ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ SSC ആണെങ്കിൽ എന്ത് ചെയ്യും, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യും അല്ലേ? ഒരു എക്സാമിന് നമ്മൾ ആ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നെ അതിൽ കയറിയിട്ടാണ് ബാക്കി എക്സാംസ് അപ്ലൈ ചെയ്യുന്നത്. ബാങ്ക് എക്സാം അങ്ങനെയല്ല. ആദ്യം തന്നെ നമ്മൾ 2025 വേക്കൻസി ഇതുവരെ വിളിച്ച് തുടങ്ങിയിട്ടില്ല. അത് നോർമലി RRB, അതായത് ഗ്രാമീൺ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ഗ്രാമീൺ ബാങ്കോടുകൂടിയാണ് എക്സാംസ് സ്റ്റാർട്ട് ആവുന്നത്. അത് ജൂലൈ ആകും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കും. PO-ക്ക് ഇത്ര പോസ്റ്റാണ് എന്നും പറഞ്ഞിട്ട് അവരിറക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, RRB-യുടെ തന്നെ ക്ലർക്കിൻ്റെ വേക്കൻസി റിലീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടുത്തെ വീണ്ടും അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ക്ലർക്കിന് അപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോ എക്സാമിനും നമ്മൾ ഓരോ സൈറ്റിൽ കയറി, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി ഓരോ തവണ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഓരോ എക്സാമിനും നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. IBPS റിലീസ് ചെയ്തിട്ടുള്ള എക്സാം ഷെഡ്യൂളാണ് ഇത്. അവരെന്ത് ചെയ്യും, IBPS ഒരു കലണ്ടർ ഇയറിൽ ആദ്യം നടത്താൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഗ്രാമീൺ ബാങ്കിൻ്റെയാണ്. അവരെന്ത് ചെയ്യും, ഗ്രാമീൺ ബാങ്കിൻ്റെയും IBPS-ൻ്റെയും വെച്ചിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അതിലെന്താണുള്ളത്, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഡേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അവരെ ഇറക്കുന്നത്. അതായത് ഫസ്റ്റ് ഒരു കലണ്ടർ ഇയറിൽ ഫസ്റ്റ് നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുമ്പോൾ ഗ്രാമീൺ ബാങ്കിൻ്റെ എക്സാം ആണ്. ഓക്കെ, ഗ്രാമീൺ ബാങ്കിൻ്റെ ഓഫീസറും വിളിക്കും, ഓഫീസ് അസിസ്റ്റന്റ് അതായത് ക്ലർക്കും വിളിക്കും. ഓക്കെ, ഇത് സെപ്പറേറ്റ് എന്താണ്, സെപ്പറേറ്റ് അവരെന്താണ്, രണ്ടിനും സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇടും. ഈ ഓഫീസർ ആയിരിക്കും ആദ്യം വരുന്നത് നോട്ടിഫിക്കേഷൻ. ആദ്യം നടക്കാൻ പോകുന്ന എക്സാം ഓഫീസറിൻ്റെ ആയിരിക്കും. ജൂലൈ ആകുമ്പോഴത്തേക്കും അത് എക്സാം ആകും പ്രിലിംസിൻ്റെ. അപ്പോൾ അവരെന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ഇടും. നോട്ടിഫിക്കേഷൻ ഇട്ട ശേഷം ഇത്ര വേക്കൻസി ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവർ നോട്ടിഫിക്കേഷൻ ഇടും. നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഫീസ് ഉണ്ട്, ഫീസോടുകൂടി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ റിലീസ് ചെയ്യും. ഈ കേരളത്തിൽ ഇത്ര വേക്കൻസി, തമിഴ്നാട്ടിൽ ഇത്ര വേക്കൻസി എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യും. അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ താല്പര്യമുള്ള സ്റ്റേറ്റിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനും സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. രണ്ടിനും RRB-യുടെ 2 എക്സാമിനും കൂടെ ഒരു ഫീസ് അല്ല. ഓഫീസറിന് സെപ്പറേറ്റ് ഫീസ് ഉണ്ട്, ക്ലർക്കിനും സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. ഓക്കെ, കേരള ഗ്രാമീൺ ബാങ്കാണ് കേരളത്തിൻ്റെ ഗ്രാമീൺ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇവർ റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡേറ്റ് ജൂലൈ 27, ഓഗസ്റ്റ് 2 ഓഗസ്റ്റ് 3 ഓഫീസറിന്റെ പ്രിലിംസിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പ്രിലിംസ് അതായത് 3 ദിവസമായിട്ടാണ് നടത്തുന്നത്. എത്ര ദിവസമായിട്ടാണ്? 3 ദിവസം. 3 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ 4 ഷിഫ്റ്റ് വെച്ചിട്ടാണ്. നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ വെറും പ്രിലിംസ് എന്ന് പറയുമ്പോൾ 45 മിനിറ്റ് എക്സാം ആണ്, 3/4 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, രാവിലെ ഒരു 8 മണിക്ക് ഒരു ഷെഡ്യൂൾ കാണും, പിന്നെ എന്ത് ചെയ്യുക, 10 മണിക്ക് ഒരു ഷെഡ്യൂൾ, 1 മണിക്കും 3 മണിക്ക്, ഇങ്ങനെ 4 ഷെഡ്യൂളായിട്ട് ഒരു ദിവസം നടത്തും. അങ്ങനെ 3 ദിവസമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുമ്പം ഏത് ദിവസം എത്രയാണ് ടൈം എന്നുള്ളത് ആ ഹോൾ ടിക്കറ്റിൽ എന്ത് ചെയ്യും, അവർ പറയും. ഓക്കെ, അതിൻ്റെ മെയിൻസ്, RRB-യുടെ ഓഫീസറിൻ്റെ മെയിൻസ് വരുന്നത് 13/9/2025 മെയിൻസ് വരുന്നത്. ഓക്കെ, സെപ്റ്റംബർ 13 മെയിൻസ് വരുന്നത്. ഇനി ക്ലർക്ക് നോക്കാം.
ക്ലർക്ക് ആവുമ്പോൾ ഓഗസ്റ്റ് 30, സെപ്റ്റംബർ 6, സെപ്റ്റംബർ 7 പ്രിലിംസിന്റെ ഡേറ്റ് പറയുന്നത്. ഓഫീസ് അസിസ്റ്റന്റിന്റെ ക്ലർക്കും അതും 45 മിനിറ്റ് എക്സാം ആണ്. അതിന്റെ മെയിൻസ് നവംബർ 9 പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓഫീസർ എന്ന് പറയുന്നത് പ്രിലിംസും മെയിൻസും കൊണ്ട് കഴിയില്ല. അതിനെന്ത് ചെയ്തു, ഇനി ഇന്റർവ്യൂവും ഉണ്ട്. ഓക്കെ, ഇത് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും കൂടി ഉണ്ട്. എന്നിട്ടായിരിക്കും ഫൈനലായിട്ട് അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ ഓഫീസ് അസിസ്റ്റന്റ് പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നേരെ നമുക്ക് ജോലിക്ക് കയറാം. ഓക്കെ, ഇനി എന്ത് IBPS എക്സാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. IBPS എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആദ്യം നമുക്ക് നോക്കാം. IBPS എക്സാം നടത്തുമ്പോൾ അവർ 12 പബ്ലിക് സെക്ടർ ബാങ്കാണ് നമുക്കുള്ളത്. അതിൽ SBI സെപ്പറേറ്റ് ആണ് എക്സാം വിളിക്കുന്നത്. SBIയുടെ ഓഫീസറും ക്ലർക്കും സെപ്പറേറ്റ് ആണ് എക്സാം വിളിക്കുന്നത്. പോയിട്ടുള്ള 11 പബ്ലിക് സെക്ടർ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ബാങ്കിനെയാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. ഈ 11 പബ്ലിക് സെക്ടർ ബാങ്കും കൂടെ നടത്തുന്ന എക്സാം ആണ് IBPS PO ക്ലർക്ക് എക്സാം. നമ്മുടെ മാർക്ക് അനുസരിച്ച് നമ്മുടെ ഇപ്പം കട്ട് ഓഫിനെക്കാളും ഒരുപാട് മാർക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കൊടുത്ത ഓപ്ഷനിലുള്ള, ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ യൂണിയൻ ബാങ്കാണ് കൊടുത്തത്, സെക്കൻഡ് കാനറയും തേർഡ് യൂക്കോ ബാങ്കുമാണ് കൊടുത്തതെന്ന് വെച്ചോ. എനിക്കിപ്പോൾ കട്ട് ഓഫിനെക്കാളും നല്ല മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്ത യൂണിയൻ ബാങ്ക് തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടും. ഓക്കെ, നമ്മൾ +1 +2 കൊടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് IBPS PO ക്ലർക്ക് നടത്തുന്നത്. IBPS PO എന്ന് പറയുമ്പോൾ എക്സാം 4/10/2025 5 11 ഇങ്ങനെ 3 ഡേറ്റ് ആയിട്ടാണ് അവർ 3 ദിവസമായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ മെയിൻസ് വരുന്നത് നവംബർ 29 വരുന്നത് POയുടെ. ഇനി ഇതിനെന്താണ്, POയ്ക്ക് ഇനി ഇന്റർവ്യൂവും കൂടി ഉണ്ട്. ഓക്കെ, ഇന്റർവ്യൂവും കൂടി വരും. ഇനി ഓഫീസ് അസിസ്റ്റന്റ്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്, അതായത് ക്ലർക്കിന്റെ പോസ്റ്റ് ആണെങ്കിൽ ഡിസംബർ 6, ഡിസംബർ 7, ഡിസംബർ 13, ഡിസംബർ 14 4 ഡേറ്റ് അവർ ഇട്ടിട്ടുണ്ട്. ഈ 4 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. ഇനി അതിൻ്റെ മെയിൻസ് ആണെങ്കിൽ ഫെബ്രുവരി 1 അവർ പറയുന്നത്. ഈ RRBയുടെ എക്സാംസിന്റെ റിസൾട്ട് എല്ലാം ക്ലർക്കും POയും കൂടി ചേർത്തിട്ട് അവരെന്നാണ് ഏപ്രിൽ 1 റിലീസ് ചെയ്യുന്നത്. സോറി, ഏപ്രിൽ 1 ജനുവരി 1 റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ RRB എക്സാമിന് നമ്മൾ ജൂലൈയിലെ പ്രിലിംസ് എഴുതുന്ന എക്സാം ആണ്. അവരെന്ത് ചെയ്യും, ജനുവരി 1 തന്നെ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. നമുക്ക് ഫെബ്രുവരി ആദ്യം തന്നെ എന്ത് ചെയ്യാം, ജോലിക്ക് കയറാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എക്സാം ക്ലിയർ ചെയ്തിട്ട് ജോലിക്കും കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് IBPS ആണെന്നുണ്ടെങ്കിൽ എന്താ, POയുടെയും ക്ലർക്കിന്റെ എക്സാംസും കഴിഞ്ഞ് ഇന്റർവ്യൂവും കഴിഞ്ഞിട്ട് രണ്ടിന്റെയും കൂടി റിസൾട്ട് ഒരുമിച്ച് ഏപ്രിൽ 1 എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ, ഏപ്രിൽ 1 റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മെയ് ജൂൺ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇനി ഇത് പോരാഞ്ഞിട്ട് ഇത് ഒഫീഷ്യലായിട്ട് അവരുടെ കലണ്ടർ ഇയറിൽ ഫസ്റ്റ് ഇറക്കുന്ന ഷെഡ്യൂളാണ്. ഇത് പോരാതെ വേറെ കുറേ ബാങ്ക് എക്സാംസും ഇൻഷുറൻസിന്, ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഒരുപാട് ഇൻഷുറൻസ് എക്സാംസ് വരും. അതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. കാരണം എല്ലാത്തിൻ്റെയും സിലബസ് സെയിം ആണ്. എക്സാം പാറ്റേണിൽ ചെറിയ ചേഞ്ചസേ വരത്തുള്ളൂ. പാറ്റേൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടൈമിംഗ് ആയിരിക്കും, 40 മിനിറ്റ് ആയിരിക്കും ഒരു എക്സാമിന് ഒരു സെക്ഷനുള്ളത്, വേറൊരു എക്സാമിന് 30 മിനിറ്റ് ആയിരിക്കും. ആ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി സിലബസ് എല്ലാം സെയിം ആണ്. സോ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് എക്സാംസ് ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ RRB PO ക്ലർക്കും നമ്മൾ പറഞ്ഞു, IBPS PO പറഞ്ഞു, IBPS SO, IBPS ക്ലർക്ക് അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇതിൽ എക്സ്ട്രാ വരുന്ന SBI, ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് തന്നെ SBI ക്ലർക്കും POയും സെപ്പറേറ്റാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അത് പ്രിലിംസ് ഫെബ്രുവരി 26 ആയിരിക്കും ക്ലർക്കിൻ്റെ, POയുടേത് മാർച്ച് 26 ആയിരിക്കും. മെയിൻസ് ഏകദേശം ഏപ്രിൽ പകുതിയോടുകൂടി ആയിരിക്കും ക്ലർക്കിൻ്റെ. ഇപ്പോൾ കഴിഞ്ഞ 2024 റിലീസ് ചെയ്ത വേക്കൻസിക്കുള്ള എക്സാം SBI ക്ലർക്കിൻ്റെ മെയിൻസ് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 10 കഴിഞ്ഞത്. അത് ഇനി റിസൾട്ട് ഉടനെ വരും. അപ്പം അതിൻ്റെ എക്സാം ഏപ്രിൽ 10 കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ ഏപ്രിൽ പകുതിയോടുകൂടി തന്നെ SBI ക്ലർക്കിൻ്റെ മെയിൻസ് നടക്കും. SBI PO ആണെന്നുണ്ടെങ്കിൽ മാർച്ച് 26 പ്രിലിംസ്. മെയിൻസ് എന്ന് പറയുന്നത് മെയ് പകുതിയോടുകൂടിയായിരിക്കും. ഇതിന് ഇന്റർവ്യൂവും GDയും ഉണ്ട്. ഓക്കെ, ഇന്റർവ്യൂവും ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് RBI അസിസ്റ്റന്റ്. നോർമലി RBI അസിസ്റ്റന്റ് 2 വർഷം കൂടുമ്പോഴാണ് വിളിക്കാറ്. അപ്പോൾ കഴിഞ്ഞ വർഷം വിളിച്ചില്ല, 2025 വിളിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതും നവംബർ 25
നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ ഡേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് എക്സ്പെക്റ്റഡ് ഡേറ്റ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ RBI അസിസ്റ്റന്റ് നവംബർ പകുതിയോടുകൂടിയായിരിക്കും പ്രിലിംസ്, മെയിൻസ് ഡിസംബർ 25. RBI ഗ്രേഡ് ബി ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 25 പ്രിലിംസും ഒക്ടോബർ 25 മെയിൻസും ആയിരിക്കും. അതിൻ്റെ ഇൻ്റർവ്യൂ ഡിസംബർ 25 ഇതെല്ലാം എക്സാക്റ്റ് അല്ല, ഇത് നമ്മൾ പ്രഡിക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ECGC PO എഴുതാൻ പറ്റും, അത് നവംബർ 25 ആയിരിക്കും പ്രിലിംസ്, ഫെബ്രുവരി 26 ആയിരിക്കും അതിൻ്റെ ഇൻ്റർവ്യൂ. NACLA വരും, ഒക്ടോബർ 25 ആയിരിക്കും അതിൻ്റെ പ്രിലിംസ്, നവംബർ 25 ആയിരിക്കും മെയിൻസ്, അതിൻ്റെ ഇൻ്റർവ്യൂ ജനുവരി 26 ആയിരിക്കും. പിന്നെ LIC-AAO അത് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ജൂലൈ 5 അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നോട്ടിഫിക്കേഷൻ ജൂലൈ 5 റിലീസ് ചെയ്യാം. LIC-ADO ഒന്നും ഇതുവരെയും അവരൊന്നും പറഞ്ഞിട്ടില്ല. LIC അസിസ്റ്റൻറ്റും 2019 വിളിച്ചതിന് ശേഷം LIC അസിസ്റ്റന്റ് ഇതുവരെയും ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ ഇത്തവണ വിളിക്കാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസംബറിലായിരിക്കും അതിൻ്റെ പ്രിലിംസ്, ഇന്റർവ്യൂ ഉണ്ട്, അത് ഫെബ്രുവരിയിലായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്ക് എക്സാം പ്ലസ് ഇൻഷുറൻസ്. ഇനി എന്ത് ചെയ്യാം, ലോക്കൽ ബാങ്ക് ഓഫീസർ എന്താണെന്ന് നോക്കാം. ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊബേഷണറി ഓഫീസറിന്റെ പോസ്റ്റ് തന്നെയാണ്. അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ, പ്രിലിംസും മെയിൻസും ആയിട്ടില്ല. ഇതിൽ ഒറ്റ എക്സാം മാത്രമായിട്ടാണ് ഉള്ളത്. ഓക്കെ, എക്സാം പ്ലസ് ഇന്റർവ്യൂ. ഓക്കെ, എക്സാം പ്ലസ് ഇന്റർവ്യൂ മാത്രമാണുള്ളത്. അതായത് പ്രിലിംസും മെയിൻസും കൂടെ ചേർത്തിട്ട് ഒറ്റ പരീക്ഷ, അതിൻ്റെ കൂട്ടത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ, അത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ലോക്കൽ ബാങ്ക് ഓഫീസറായിട്ട് പോസ്റ്റഡ് ആവും. പിന്നെ ഉള്ള ഒരു പ്രത്യേകത, IBPS എക്സാം എഴുതുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓഫീസർ പോസ്റ്റാണ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണോ റിക്രൂട്ട്മെന്റ് നമ്മൾ റിക്രൂട്ട് ചെയ്യാം. പക്ഷെ ഗ്രാമീൺ ബാങ്ക് കേരളത്തിൽ തന്നെ റിക്രൂട്ട് ചെയ്യും. കേരള ഗ്രാമീൺ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ റിക്രൂട്ട് ചെയ്യും. IBPS PO ആണെന്നുണ്ടെങ്കിൽ എവിടെ വേണോ ഇന്ത്യക്കകത്ത് നമുക്ക് റിക്രൂട്ട്മെന്റ് വരാം. SBI PO ആണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്, ഇന്ത്യയിൽ എവിടെ വേണോ റിക്രൂട്ട് ചെയ്യാം. പക്ഷേ ലോക്കൽ ബാങ്ക് ഓഫീസറാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഓഫീസർ പോസ്റ്റാണ്, പോയിട്ട് 10 വർഷത്തേക്ക് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. 10 വർഷത്തേക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പോയിട്ട് ഇതിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ലോക്കൽ ബാങ്ക് ഓഫീസർ എക്സാം വിളിച്ചായിരുന്നു. ഏതിൻ്റെന്ന് വെച്ചാൽ യൂണിയൻ ബാങ്ക് വിളിച്ചു, യൂക്കോ ബാങ്ക് വിളിച്ചു, ഇന്ത്യൻ ബാങ്ക് വിളിച്ചു. ഓക്കെ, ഇന്ത്യൻ ബാങ്ക് വിളിച്ചു. ഇതിൻ്റെ എല്ലാം എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ എക്സാം വളരെ സിമ്പിളാണ്. ഒരു ബിഗിനേഴ്സിന് പോലും ഇതിൻ്റെ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ഇതിന് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ആണ്. അത് അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് സുഖമായിട്ട് ഈ ലോക്കൽ ബാങ്ക് ഓഫീസറെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും എക്സാംസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചായിരുന്നു. അപ്പം അതുപോലെ വിളിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ വിളിച്ചാൽ ഒറ്റ എക്സാം പ്ലസ് ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റ് ആണ്. 10 വർഷം നമ്മളെ സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല ഒഫീഷ്യൽ പല സൈറ്റുകളിലായാലും ടെലഗ്രാം ഗ്രൂപ്പിലായാലും വാട്സപ്പിലായാലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു IBPSന്റെ കലണ്ടർ കടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അവരതിൽ നവംബറിലാണ് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാംസ് എല്ലാം പറയുന്നത്. നവംബറിൽ പ്രിലിംസും ഡിസംബറിൽ മെയിൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലും ഡിസംബറിൽ പ്രിലിംസ് ആണ് ക്ലർക്ക്, മെയിൻസ് അതിൻ്റെ ജനുവരിയിൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ IBPS ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എന്താണ്, ഈ ബാങ്ക് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ തീർക്കാവുന്ന എല്ലാ സംശയങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എക്സാംസിനെ പറ്റി. ഇനി ഇതിൻ്റെ ബാങ്ക് എക്സാമിൻ്റെ പാറ്റേൺ ഉണ്ട്, ഏതൊക്കെയാ സിലബസ്, എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ള അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പം താങ്ക് യു.